ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 വന്ന ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ സുവോളജി പാർട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പം നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷൻസ് മലയാളത്തിൽ നമ്മൾ സോൾവ് ചെയ്യാണ്. ഇത് യൂട്യൂബിൽ തന്നെ ആദ്യത്തെ സീരീസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നടന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മളുടെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അത് മലയാളത്തിൽ. അത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. സോ എക്സ്ക്ലൂസീവ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ യൂട്യൂബ് ആണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ CRISPRlearning.com വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യൽ ഐസർ എക്സാം 2017-25 എന്നുള്ളത് കാണാൻ പറ്റും. അതിലെ 2023 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ അറ്റംപ്റ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പം നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഇതാ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബയോളജിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 2023 ആയതുകൊണ്ട് തന്നെ 2023 ശേഷം കുറച്ച് സിലബസിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നൊരു ചോദ്യമാണിത്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളം എപ്പിത്തീലിയം ഇതെല്ലാമാണ് വരുന്നത്. സോ ഇപ്പം ഇത് റീസെന്റ് ആയിട്ടുള്ള സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റാഷണലൈസ് ആയിട്ടുള്ള NCERT ഇല്ല. അപ്പൊ കറന്റ്ലി നിങ്ങളുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിലബസിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഫ്ലാറ്റ് ആയിട്ടുള്ള ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടാക്കിയത്. ഈ സ്ക്വാമസ് എപ്പിത്തീലിയാണ് നമ്മുടെ ആൽവിയോളയ്ക്ക് ചുറ്റുമുള്ളത്. അപ്പൊ ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത എന്താ? ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിലൂടെ ഡിഫ്യൂഷൻ പോസിബിൾ ആണ്. അപ്പം സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്ന സമയത്ത് P നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? P നമുക്ക് 4ഉം ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. P നമുക്ക് 4ഉം ആയിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ക്യൂബ് ലൈക്ക് സെൽസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഈ ക്യൂബ് ലൈക്ക് സെൽസിലൂടെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ സെക്രീഷനും ആണ് നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. സോ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ക്യൂ ആണ് അല്ലെ? ക്യൂ ആണ് എങ്കിൽ ദ ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെന്റർ. സെന്ററിലാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നാ പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി സോ ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? P4 Q3 യെസ്. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ കോളം എപ്പിത്തീലിയം എന്ന് പറയുന്നത് കോളംനർ എപ്പിത്തീലിയം എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലായിരിക്കും. സെന്ററിലല്ല നമ്മുടെ ന്യൂക്ലിയസ് വരിക, ബേസിനോട് ചേർന്നിട്ടാണ് ന്യൂക്ലിയസ് വരിക. സോ ദ ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ ബേസൽ സൈഡ് ഓഫ് ദ സെൽ, ഓൾസോ ഹെൽപ്പ് ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പം R2 ആണ് വരുന്നത്. ആൻഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യൂബോയിഡൽ സെൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോളംനാർ എപ്പിത്തീലിയം ആയിക്കോട്ടെ, ഇതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് മുകളിലേക്ക് ഉള്ളതിനെയാണ് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ സീലിയേറ്റഡ് എപ്പിത്തീലിയം എവിടെയാണ്? The nucleus is at the basal side of the cell, also helps in movement of particles and mucus. ഇതിനെയാണ് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പോഴത്തെ സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തു പോകുമ്പോൾ അതിന്റെ കീ മാത്രം പറഞ്ഞു പോവാ എന്ന് മാത്രം വിചാരിച്ച് പറഞ്ഞതാണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. സോ ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു അടിപൊളി കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്ക്, ബയോമോളിക്യൂൾസിന്റെ എൻസൈം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ദ ഡയഗ്രാം റെപ്രസെന്റ്സ് ആൻ എൻസൈം, ഇറ്റ് സബ്സ്ട്രേറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻഹിബിറ്റേഴ്സ് ആണ് PQRST എന്ന് പറയുന്നത്.
ഓക്കെ. സോ അതിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ബെസ്റ്റ് പെയർ ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഫോർ ദ എൻസൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ എൻസൈമിന്റെ ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ ചെറിയ സ്ക്രീനിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻസൈമിന്റെ ഷേപ്പ്. എൻസൈമിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഇവിടെ 2 സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 ഡിഫറെന്റ് ടൈപ്പ് സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നെയിം ചെയ്തിട്ടുണ്ട്. എന്താണ് 2 ടൈപ്പ് സൈറ്റുകൾ എന്ന് പറഞ്ഞാല്? ഈ ഒരു വി ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഈ സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുക. ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്. എന്താ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാല്? ആക്റ്റീവ് സൈറ്റിലേക്കാണ് നമ്മളുടെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുക. സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു എ സൈറ്റ് ഇൻ എൻസൈം. ആ സൈറ്റിന്റെ പേരാണ് ആക്റ്റീവ് സൈറ്റ്. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ആണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. ഇനി അല്ലോസ്റ്റെറിക് സൈറ്റുകൾ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് അല്ല, അല്ലോസ്റ്റെറിക് റെഗുലേറ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റുകളാണ് അല്ലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റുകളാണ് അല്ലോസ്റ്റെറിക് സൈറ്റ്. ഈ സൈറ്റുകൾ എന്തല്ല? ദിസ് ഈസ് നോട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് അല്ല അല്ലോസ്റ്റെറിക് സൈറ്റ്. അപ്പം അല്ലോസ്റ്റെറിക് സൈറ്റ് എന്നുള്ളത് നമ്മുടെ NCERT അതുപോലെ പറയുന്നില്ല. അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അല്ലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറയുന്നത് അല്ലോസ്റ്റെറിക് റെഗുലേറ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ആണ്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നുള്ളത് പറയുന്നത്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് എ ബെസ്റ്റ് പെയർ ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നാണ്. അപ്പൊ നോക്ക്, അപ്പം നമ്മളുടെ സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെയാണ് സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് തന്നിട്ടുള്ളത്, ശരിയല്ലേ? യെസ്. അപ്പൊ സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സബ്സ്ട്രേറ്റ്. കാരണം ഈ സബ്സ്ട്രേറ്റിന് വേണമെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ ബൈൻഡിങ് സൈറ്റ് ആയിട്ടുള്ള ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, ശരിയല്ലേടാ? യെസ്. സോ ഇതാണ് നമ്മളുടെ സബ്സ്ട്രേറ്റ്. ഇനി there are കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്താ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാ? നോക്ക്, സബ്സ്ട്രേറ്റിന്റെ സിമിലർ ആയിട്ടുള്ള ഷേപ്പ് ആക്റ്റീവ് സൈറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഷേപ്പ് ഉള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ ഇതിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള ഒരു സബ്സ്ട്രേറ്റ് അല്ലാത്ത ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇയാളൊരു കോമ്പറ്റീറ്റർ ആണ്. ഇയാൾക്കും വേണമെങ്കിൽ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇയാൾ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്താല് സബ്സ്ട്രേറ്റിന് ഇനി ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പം ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്താൽ മാത്രമേ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറുള്ളൂ. അപ്പൊ ആ റിയാക്ഷൻ ഇനി നടക്കോ? ഇല്ല. ഈ ടൈപ്പ് ഇൻഹിബിഷനെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാം. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറുന്നത് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻഹിബിഷൻ, അല്ലേ? ഈ ഇൻഹിബിഷൻ ആർ ഓഫ് 2 ടൈപ്പ്. ഒന്നാമത്തത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അതെന്താണ്? സബ്സ്ട്രേറ്റിൻ്റെത് പോലെ റിസെമ്പിൾ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റർ ആക്റ്റീവ് സൈറ്റിൽ കയറിയിരിക്കുക. സോ ദാറ്റ് ആക്റ്റീവ് സൈറ്റിൽ ഇനി ആർക്ക് കയറിയിരിക്കാൻ പറ്റൂല? സബ്സ്ട്രേറ്റിന് കയറിയിരിക്കാൻ പറ്റൂല. ആ ടൈപ്പ് ഇൻഹിബിഷൻ ഈസ് കോൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ശരിയാണല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇൻഹിബിഷൻ ഈസ് കോൾഡ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ഇതെന്താണെന്നറിയോ? ഈ നോൺ കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ആരോടും മത്സരമൊന്നുമില്ല. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഒരു ഇൻഹിബിറ്റർ, ഫോർ എക്സാമ്പിൾ ഒരു ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പുള്ള ഇൻഹിബിറ്റർ ആണെന്ന് വിചാരിച്ചോ. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് ഞാൻ പറയുന്നത്. ഇയാള് എൻസൈമിന്റെ വേറെ ആക്റ്റീവ് സൈറ്റ് അല്ലാതെ വേറെ ഏതോ ഒരു സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്തു എന്ന് വിചാരിച്ചോ, ബൈൻഡ് ചെയ്തു. സോ ദാറ്റ് ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പ് മാറി. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പ് മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെയായി എന്ന് വിചാരിച്ചോ. സോ ദാറ്റ് ഈ ഷേപ്പ് മാറിയത് കൊണ്ട് സബ്സ്ട്രേറ്റ് cannot bind to this active site.
മനസ്സിലായില്ലേ? ഇവിടെ ആരെങ്കിലും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ കോമ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇൻഹിബിഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നടക്കണമെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് ദ ബെസ്റ്റ് പെയർ ഓഫ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്നാ ചോദിച്ചേ. അപ്പം ഇതിന്റെ ഫണ്ടമെന്റൽ ലോജിക് എന്ന് പറയുന്നത് എന്താ? ആക്റ്റീവ് സൈറ്റില് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇതിൽ ആരാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക. നോക്ക്, ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്? പി എന്ന് പറയുന്ന ആൾക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും. ക്യൂവിന് ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്യൂവിന് ഇതിന്റെ അകത്തേക്ക് എന്തായാലും ബൈൻഡ് ചെയ്യാൻ പറ്റൂല. ആറിന് ബൈൻഡ് ചെയ്യാൻ കഴിയില്ല. എസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പ് ആണുള്ളത്. ടിക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് അല്ല ഉള്ളത്. സോ പി ആൻഡ് എസിന് ബൈൻഡ് ചെയ്യാം. സോ പി ആൻഡ് എസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പിക്കൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സമയമെടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. A 10,000 base pair DNA fragment was cloned between hind 3 and echo R1 site of the plasmid PIAT. PIAT എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത്. സോ ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് അവർ PIAT എന്ന് പറയുന്ന പ്ലാസ്മിഡ് വെക്ടർ ആണ്. ദിസ് ഈസ് ദ PIAT. എന്താ ഈ പ്ലാസ്മിഡ് വെക്ടറിന്റെ പേര്? പി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പേര്. ഓക്കെ, 1,000 ബേസ് പെയർ DNA fragment was cloned between hind 3 and echo R1 site of the പ്ലാസ്മിഡ് വെക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ചിത്രം ഞാൻ ഇവിടേക്ക് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഇക്കോ R1ന്റെ റെസ്ട്രിക്ഷൻ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. ഇവിടെ ഹൈൻഡ് 3 ഉണ്ട്. ദിസ് ഈസ് ഹൈൻഡ് 3. ഞാൻ വേറെ കളർ കൊണ്ട് വരയ്ക്കാം അല്ലേ? ദിസ് ഈസ് ഹൈൻഡ് 3 ഉണ്ട്. അതുപോലെ ഇവിടെ നോട്ട് 1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. ദിസ് ഈസ് അവർ ഒറി ആൻഡ് ദിസ് ഈസ് അതർ നോട്ട് 1. ഇതല്ലേ നമ്മളുടെ ചിത്രത്തിലുള്ളത്? യെസ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താ എന്ന് ചോദിച്ചാല്, 1,000 base pair DNA fragment was cloned between hind 3 and echo R1. നോക്ക്, ഇക്കോ R1ന്റെയും ഹൈൻഡ് 3ന്റെയും ഇടയിലേക്ക് ഒരു 1,000 ബേസ് പെയർ DNA ഫ്രാഗ്മെന്റ് വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇക്കോ R1 ആസ് പെർ ചിത്രം നമുക്ക് തന്ന ചിത്രം പ്രകാരം ഇത്ര അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നോക്ക്, കുറച്ചും കൂടെ അത് താഴത്തേക്ക് വരയ്ക്കുകയാണേ, ശ്രദ്ധിച്ചോ. ഈ ഇക്കോ R1ന്റെയും ഹൈൻഡ് 3ന്റെയും ഇടയിലേക്കാണ് നമ്മൾ പുറത്ത് നിന്ന് ഒരു DNA ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ആ ഇൻസേർട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1000 ബേസ് പെയർ ആണ്. ദിസ് ഈസ് 1000 ബേസ് പെയർ ആണ് നമുക്ക് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. 1000 ബേസ് പെയർ ആണ്. 1000 ബേസ് പെയർ ആണ്. ഓക്കെ, ഇനി ഈ 1000 ബേസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA ഫ്രാഗ്മെന്റ് ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? ഈ ഫ്രാഗ്മെന്റിന്റെ അകത്ത് നോട്ട് 1ന്റെ ഒരു സൈറ്റ് ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. സോ ഇയാൾക്കും നോട്ട് 1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. സോ ദിസ് ലെങ്ത് വിൽ ബി, ഈ ലെങ്ത് എത്രയാന്നുള്ളത് തന്നിട്ടുണ്ട്, 400 ബേസ് പെയർ ആണ്. സോ 1000 ബേസ് പെയർ ആണ് ടോട്ടൽ എന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് വിൽ ബി 600 ബേസ് പെയർ. ശരിയല്ലേ? യെസ്, സിമ്പിൾ കാര്യമാണ്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ സൈസ് ഓഫ് ഈ നമ്മളുടെ പ്ലാസ്മിഡ് വെക്ടർ PIAT എന്ന് പറയുന്നത് എത്രയാണ്? 3500 ബേസ് പെയർ ആണ്. അതായത് ഈ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് 3500 ബേസ് പെയർ ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി the cloned fragment had a not 1 site as shown in the figure. ഈ not 1 സൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. In order to confirm the presence of the insert, the recombinant plasmid was digested completely with
ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്, ട്രീറ്റ്മെന്റ് എ എന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് എയില് എന്തൊക്കെയാണ്? വാസ് ഡൈജസ്റ്റഡ് ബൈ നോട്ട് വൺ ആൻഡ് ഹൈൻഡ് 3. ഹൈൻഡ് 3യും നോട്ട് 1ഉം വെച്ച് ട്രീറ്റ് ചെയ്തു. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ബി അല്ലെ? ട്രീറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാ ട്രീറ്റ് ചെയ്തത്? ട്രീറ്റ്മെന്റ് ബി ഇവിടെ പറയുന്നുണ്ട് നോട്ട് 1 ആൻഡ് ഹൈൻഡ് 3. നോട്ട് 1 ആൻഡ് ഹൈൻഡ് 3. അപ്പൊ ട്രീറ്റ്മെന്റ് എയിൽ എന്താ പറയുന്നത്? ട്രീറ്റ്മെന്റ് എ എന്ന് പറയുന്നത് ഇക്കോ R1 ആണ് അല്ലെ? ഇവിടെ ഇക്കോ R1 ആണ്. യെസ് ഹിയർ ഇക്കോ R1 കൊണ്ടാണ് ട്രീറ്റ് ചെയ്തത്. സോ ആ ഇൻസേർട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്, ഈ റീകോമ്പിനന്റ് നമ്മളെ PAT എന്ന് പറയുന്ന ഈ പ്ലാസ്മിഡ് ഉണ്ടല്ലോ, ആദ്യത്തെ ട്രീറ്റ്മെന്റില് ആരെ വെച്ച് കട്ട് ചെയ്തു? നോട്ട് 1ഉം ഇക്കോ R1ഉം വെച്ച് കട്ട് ചെയ്തു. ആൻഡ് സിമിലർലി ട്രീറ്റ്മെന്റ് ബിയില് നോട്ട് 1ഉം ഹൈൻഡ് 3യും വെച്ച് കട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്യാൻ പോവാണ്. ഈ ഫ്രാഗ്മെന്റ് ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്യാൻ പോവാ. ആ ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജെൽ ഇലക്ട്രോഫോറസിസിന് 2 ലൈൻ ഉണ്ട്, 2 കുഴി ഉണ്ട്. ഈ പിറ്റിലാണല്ലോ ലോഡ് ചെയ്യുക. അതിലെ ലൈൻ 1ലേക്ക്, ഇതാണ് ലൈൻ 1, ഇതാണ് ലൈൻ 2. ഈ ലൈൻ 1ലേക്ക് ട്രീറ്റ്മെന്റ് എ ആണ് ലൈൻ 1ലേക്ക് ലോഡ് ചെയ്തത്. ഇൻ ലൈൻ 1 ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡൈജഷൻ ബൈ നോട്ട് 1 ആൻഡ് ഇക്കോ R1, അതാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് എ, അതാണ് ലോഡ് ചെയ്തത്. ഇൻ ലൈൻ 2 ദ പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ ബൈ നോട്ട് 2 ആൻഡ് ഹൈൻഡ് 3, അതാ ഈ ഹൈൻഡ് 3 ഇസ് നോട്ട് ലോഡഡ്, അതായത് ഇയാളെ ലോഡ് ചെയ്തു. മനസ്സിലായോ? സോ ദാ ഈ ട്രീറ്റ്മെന്റ് ബി ഇയാളെ ലോഡ് ചെയ്തു. അപ്പം നോക്ക്, ലൈൻ 2ൽ ആരാ ഉള്ളത്? ട്രീറ്റ്മെന്റ് ബി ആണുള്ളത്. ട്രീറ്റ്മെന്റ് എ ലൈൻ 1ലാണ് ലോഡ് ചെയ്തത്. ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്? ഫോളോയിങ് gel electrophoresis profile of the digested recombinant plasmid for treatment A and B respectively. നോക്ക്, സൊല്യൂഷൻ ഇവിടെ നോക്ക്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ലോജിക്കാണ്. എന്താ ഇവിടെ ഓരോ ലൈനിലുമുള്ള ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് നമുക്ക് അതാണ് നമ്മൾ ഓപ്ഷനിൽ തന്നത്. അപ്പൊ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എയില് നോട്ട് 1ഉം എക്കോ R1ഉം വെച്ച് കട്ട് ചെയ്താൽ ഏതൊക്കെ കഷ്ണം ഫ്രാഗ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് എഴുതുക. അതേപോലെ ട്രീറ്റ്മെന്റ് ബിയിൽ ഏതൊക്കെ കഷ്ണം ഫ്രാഗ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് എഴുതുക. അത് നമ്മൾ ഓപ്ഷൻസിൽ നോക്കിയിട്ട് ജെല്ലിൽ റൺ ചെയ്യുമ്പോൾ അവരുടെ ഫ്രാഗ്മെന്റിന്റെ സൈസ് തന്നിട്ടുണ്ട്. ആ ഫ്രാഗ്മെന്റിന്റെ സൈസ് നമ്മൾ മനസ്സിലാക്കിയാൽ ഉത്തരായിടാ, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ എന്താ പറയാ ഒരു അടിപൊളി പരീക്ഷയാക്കി മാറ്റുന്നത്. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ മോക്ക് ടെസ്റ്റിലും ജെൽ ഇലക്ട്രോഫോറസിന്റെയും പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെയും ഒക്കെ എല്ലാ ചോദ്യങ്ങളും, എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുന്നതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റും കംപ്ലീറ്റ്ലി തന്നെ ചെയ്തു നോക്കുക. അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പോവുകയാണ് വേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അവർ സൊല്യൂഷൻ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം ട്രീറ്റ്മെന്റ് എ നടത്തിയാലുള്ള സീക്വൻസുകൾ, ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എന്തിനു വെച്ചിട്ടാണ്? നോട്ട് 1ല് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോട്ട് 1ല് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നോട്ട് 1ല് കട്ട് ചെയ്യുകയാണെ, ഞാൻ ഇവിടെ ഇതുവരെ ഉപയോഗിക്കാത്തൊരു മഷി എടുക്കുകയാണെങ്കിൽ നോട്ട് 1ല് ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഒരു കട്ട് വരും. ഇക്കോ R1ഉം കൊണ്ടും കട്ട് ചെയ്യാണ്ട്, നോട്ട് 1 ഉണ്ട്, ഇക്കോ R1 ഉണ്ട്. സോ ഇക്കോ R1 കൊണ്ട് കട്ട് ചെയ്തു. ഇക്കോ R1 കൊണ്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കട്ട് ചെയ്തു. അതായത് ഇവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു എൻഡിലാണ് കട്ട് ചെയ്യുന്നത്. ശരിയാണല്ലോ? യെസ്. ഇനി അടുത്തത്
നോട്ട് 1 കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ടായി, ശരിയല്ലേ? ഹൈൻഡ് 3 ആണ് ഈ ഒരു ഭാഗത്ത്, അവിടെ കട്ട് വരൂല. ഇനി ഇവിടെ കട്ട് വരും, ശരിയല്ലേ? അപ്പൊ ഇത്ര ഫ്രാഗ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് എയില് കട്ട് ചെയ്താൽ ഉണ്ടായിരിക്കുക, ശരിയാണല്ലോ? അതിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ, യാതൊരു പ്രശ്നവും ഇല്ല. അപ്പൊ നോക്ക്, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? യെസ്, നോട്ട് 1 തൊട്ട് ശ്രദ്ധിച്ച് കണ്ടോ, നോട്ട് 1 തൊട്ട് ഇതുവരെ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ലെങ്ത് എന്ന് പറയുന്നത് 500 ബേസ് പെയർ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം ഒരു കഷ്ണം എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ്. അപ്പൊ ഞാൻ കഷ്ണങ്ങൾ എഴുതുകയാണ്. ട്രീറ്റ്മെന്റ് എയിലുള്ള കഷ്ണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കഷ്ണം എന്ന് പറയുന്നത് 500 ബേസ് പെയർ കഷ്ണമായിരിക്കും. പിന്നെ ആ ഒരു കട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത്, അതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ശരിയല്ലേ? യെസ്. ഇനി അടുത്ത കട്ട് ഇവിടെയാണ്. അപ്പം ഇവിടെ ഒരു കട്ട് വരുമ്പോൾ ഇതൊരു കഷ്ണമായിട്ട് മാറും. അപ്പൊ ഈ കഷ്ണത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 400 ബേസ് പെയർ ആണ്, ശരിയാണല്ലോ? 400 ബേസ് പെയർ ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോട്ട് 1 കൊണ്ട് ഒരു കട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ കട്ടില്ല, കാരണം എന്താ? ഹൈൻഡ് 3 ആണ്, ഇവിടെ കട്ടില്ല. ഓക്കെ, അപ്പൊ ഇയാളുടെ 600 ബേസ് പെയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോയി നോട്ട് 1 കട്ട്, മനസ്സിലായോ? ആ ഹൈൻഡ് 3 തൊട്ട് നോട്ട് 1 വരെ 1100 ബേസ് പെയർ ആണ് എന്ന് തന്നിട്ടുണ്ട് കുട്ടികളെ. ഈ ഹൈൻഡ് 3 തൊട്ട് നോട്ട് 1 വരെ 1100 ബേസ് പെയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 600 പ്ലസ് ഇനി ബാക്കിയുള്ള ഈ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് ആയിരിക്കും, അതാണ് 1100. അപ്പൊ 600ഉം 1100ഉം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 600 പ്ലസ് 1100, അപ്പൊ എത്രയാ നമുക്ക് കിട്ടുക? 600ഉം 1100ഉം 1700 ബേസ് പെയർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു കഷ്ണം കൂടി ഉണ്ടാവും. എവിടെയാണ്? ഇവിടെ നോട്ട് 1 കൊണ്ട് കട്ടായല്ലോ, യെസ് കട്ടായി. ഇവിടെ നോട്ട് 1 കൊണ്ട് കട്ടായല്ലോ, യെസ് കട്ടായി. അപ്പൊ നോക്ക്, ഈ ഒരു ലെങ്ത് ഫ്രാഗ്മെന്റ്, ഈ ഒരു വലിയൊരു ഫ്രാഗ്മെന്റ് ബാക്കി ഒരു ഫ്രാഗ്മെന്റും കൂടെ ഉണ്ടാവും. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കടാ, ഇതാണല്ലോ ടോട്ടൽ പ്ലാസ്മിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ടോട്ടൽ പ്ലാസ്മിഡിന്റെ ലെങ്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എക്സ് ആക്കി എടുത്തു. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ എഴുതി എക്സ് ലെങ്ത് പ്ലസ് ഈ ഒരു ലെങ്ത് എത്രയാ? 500 ബേസ് പെയർ, ശരിയല്ലേ? 500 ബേസ് പെയർ പ്ലസ് ഈ ഒരു ലെങ്ത് എത്രയാ? 1100 ബേസ് പെയർ ഈക്വൽ ടു 3500. അതല്ലേടാ ടോട്ടൽ പ്ലാസ്മിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3500 ആണ്, ശരിയല്ലേ? അപ്പോ 1600 പ്ലസ് എക്സ് ആണ് 3500 എന്ന് പറയുന്നത്. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 3500 മൈനസ് 1600. അപ്പൊ എത്രയാ വരിക? അപ്പം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താല് 1000 കുറച്ചാല് 2500, 600 കുറച്ചാല് 1900. സോ 1900. സോ ദ എക്സ്, ഈ ഒരു ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് വിൽ ബി 1900, ശരിയല്ലേ? 1900 ആണ് വരിക. സോ 4 ഫ്രാഗ്മെന്റുകളാണ് ട്രീറ്റ്മെന്റ് എയിൽ ഉണ്ടാവുക. അവരുടെ ലെങ്ത് എന്ന് പറയുന്നത് 500 ബേസ് പെയർ ഉണ്ടായിരിക്കും, 400 ബേസ് പെയർ ഉണ്ടായിരിക്കും, 1700 ബേസ് പെയർ ഉണ്ടായിരിക്കും, 1900 ബേസ് പെയർ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? വലിയ ബേസ് പെയർ ഉള്ള ആളുകളെല്ലാം മുകളിൽ ഉണ്ടാവും. ഇവിടെ ഒരു 1900ന്റെ ബാൻഡ് വേണം, ഇവിടെ ഒരു 1700ന്റെ ബാൻഡ് വേണം, ഇവിടെ താഴെ ഒരു 500ന്റെ ബാൻഡ് വേണം, ഇവിടെ താഴെ ഒരു 400ന്റെ ബാൻഡ് വേണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്ക്. 1900, 1700, 400, 500, ശരിയല്ലേ? 1900, 1700, 500, 400. ട്രീറ്റ്മെന്റ് ലൈൻ 1 വേറെ ഒരു ഓപ്ഷനിലും അതില്ല. അത് നമ്മൾ ഓപ്ഷൻ എ ആണ് എന്നുള്ളത് ഇപ്പൊ തന്നെ എഴുതാൻ പറ്റും, ശരിയല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നാണല്ലോ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ലൈൻ 2 എങ്ങനെയാണ് കാണുക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പം ഇവിടെ ലൈൻ 2 കട്ട് ചെയ്യുന്നത് ആരൊക്കെ വെച്ചിട്ടാണ്? നോട്ട് 1ഉം ഹൈൻഡ് 3 ആണ്. ഇവിടെ എക്കോ R1 ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്ക്, ഇവിടെ എവിടെയാ കട്ട് വരുന്നത്? ഞാൻ ആദ്യം കട്ട് ചെയ്തതൊക്കെ ഒന്ന് മായ്ക്കാം.
ഓക്കെ, ആദ്യം ഇവിടെ ഒരു കട്ട് വന്നിരുന്നു, ഇവിടെ ഒരു കട്ട് വന്നിരുന്നു, ഇവിടെ ഒരു കട്ട് വന്നിരുന്നു, അതെല്ലാം ഞാൻ വായിച്ചു. ഇവിടെ ഒരു കട്ട് വന്നിരുന്നു, അതും ഞാൻ വായിച്ചു. അപ്പൊ കട്ടുകളെല്ലാം ഞാൻ വായിച്ചേ. ഇനി ഞാൻ രണ്ടാമത്തെ ആളെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതുവരെ ഉപയോഗിക്കാത്ത കളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റോസ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ട്രീറ്റ്മെന്റിൽ എന്താ, നോട്ട് 1 വെച്ചും കട്ട് ചെയ്യുന്നുണ്ട്, ഹൈൻഡ് 3 വെച്ചിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു കട്ട് വരും, ട്രീറ്റ്മെന്റ് ബിയിൽ ഇവിടെ ഒരു കട്ട് വരും. ഇക്കോ R1 കട്ട് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ കട്ട് വരുമോ? ഇവിടെ കട്ട് വരൂല. നോട്ട് 1 ഇതാ ഇവിടെ ഒരു കട്ട് വരും. യെസ്, ഹൈൻഡ് 3 കട്ട് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ട് വരും. അതായത് ഇവിടത്തെ കട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ കട്ടാണ് ഈ കട്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എവിടെ കട്ട് വരിക? നോട്ട് 1 ഇവിടെ ഒരു കട്ട് വരും. അപ്പോഴും 4 ഫ്രാഗ്മെന്റ് ആണ് ഉണ്ടാവുക. ഏതൊക്കെയാണ് ആ ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞോളൂ കുട്ടികളെ. ഇതാ ഇവിടം തൊട്ട് ഇതാ ഇവിടെ എക്കോ R1 കട്ട് ആവാത്തത് കൊണ്ട് ഇവിടുന്ന് നേരെ ഈ ഭാഗമാണ് കൂട്ടുന്നത്. സോ 500 പ്ലസ് 500 പ്ലസ് 400 ആണ് വരിക. 500 400 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് 500 400 900 ബേസ് പെയർ ആണ് നമ്മൾ ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പം ഇവിടെയായി. ഇവിടെ കഴിഞ്ഞാൽ അടുത്ത കട്ട് എവിടെയാണ്? ദാണ്ട് ഇവിടെ കട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫ്രാഗ്മെന്റിന്റെ നീളം എന്ന് പറയുന്നത് 600 ബേസ് പെയർ ആണ്. 600 ബേസ് പെയർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ കട്ട് എന്ന് പറഞ്ഞാൽ ഈ കട്ടാണല്ലോ, അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇങ്ങോട്ടേക്ക് ഒരു കട്ട് ഉണ്ട്. അപ്പൊ 1100 ബേസ് പെയർ ആണ്. 1100 ബേസ് പെയർ ആണ് ഉണ്ടായിരിക്കുക. യെസ്, ഇനി അത് കഴിഞ്ഞാല് സിമിലർലി നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ബാക്കി ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? 1900 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. 1900 ബേസ് പെയർ ആയിരിക്കും. അപ്പൊ നമ്മളുടെ ജെൽ ഇലക്ട്രോഫോറസിന്റെ ലൈൻ 2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1900 ഏറ്റവും വലിയ ഫ്രാഗ്മെന്റിന്റെ ഒരു ബാൻഡ് ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ 1700 ഉണ്ടായിരിക്കില്ല, 1100 ഒരു ബാൻഡ് ഉണ്ടായിരിക്കും. പിന്നെ 600 ഒരു ബാൻഡ്, 900 ഒരു ബാൻഡ് ഉണ്ടാവും. ഇതാണ് 900 ബാൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 600 ഒരു ബാൻഡും ഉണ്ടായിരിക്കും. സോ 1900 1100 900 600. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സമയം എടുത്ത് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും. മനസ്സിലായോ? ഇത് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വായിച്ചാൽ, അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുന്ന പോലെ ഒരു ബയോളജിനെ കണ്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഐസറിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്. അപ്പം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക, നമ്മളുടെ എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് പോയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതുള്ളൂ. ഓക്കെ, യെസ്. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് പെപ്റ്റോൺസ്? ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ സുവോളജിയിൽ ഉണ്ടായിരുന്നു. 2023 ശേഷം അതില്ല. അതില് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻസിന്റെ പേരാണ് പെപ്റ്റോൺസ് എന്ന് പറയുന്നത്. അതായത് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ പെപ്റ്റോൺസ് എന്ന് പറയുക. അത് ഇപ്പൊ നമ്മളുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് പോവാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ബയോമോളിക്യൂൾസ് ഗിവൺ ഇൻ കോളം 1. ഇവിടെ കുറച്ച് ബയോമോളിക്യൂൾസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ദെയർ കറസ്പോണ്ടിങ് കെമിക്കൽ നേച്ചർ ഗിവൺ ഇൻ കോളം 2. ആദ്യം നമുക്ക് ഇൻസുലിൻ ആണ് നോക്കാനുള്ളത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോർമോൺ ആണ്, ഒരു പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ ആയിട്ടുള്ള ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കുന്ന ആളാണ് അല്ലേ. അപ്പം ഇൻസുലിൻ എന്ന് പറയുന്ന ആള് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലേ. അപ്പം അതാരാണ്? അതൊരു ഹെട്രോ പോളിമർ ആണ്. സോ ഹെട്രോ പോളിമർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കാം, പി ഇൻസുലിൻ എന്ന് പറയുന്നത് ഹെട്രോ പോളിമർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ശരിയല്ലേ? യെസ്. ഇനി അടുത്തത് ഇനുലിൻ ആണ്. ഇൻസുലിൻ അല്ല, ഇനുലിൻ. ഇനുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രക്ടോസിന്റെ ഹോമോ പോളിമർ ആണ്. ഹോമോ പോളിമർ ഓഫ് ഫ്രക്ടോസ് ആണ് ഇനുലിൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ക്യൂ എന്ന് പറയുന്നത് 2 ആണ്. ക്യൂ എന്ന് പറയുന്നത് 2 ആണ്. ക്യൂ 2 ആണ്. സി പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻസുലിൻ ഹെട്രോ പോളിമർ ആണ് അല്ലേ. അപ്പം ഇവിടെ 4 ആണ്. P4 Q2. ഇനി ലെക്റ്റിൻ. ഇനി നമ്മൾ ലെക്റ്റിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇനി ലെക്റ്റിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു
സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. ലെസിത്തിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂൾ ആണ്. ക്വാട്ടനറി അമോണിയം ഡെറിവേറ്റീവ് ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. ഈ ക്വാട്ടനറി അമോണിയം ഡെറിവേറ്റീവ് എന്നുള്ളത് നമ്മൾ NCERT എവിടെയും പറയുന്നൊന്നുമില്ല. യെസ്, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P4 Q2 R1 സെക്കൻഡറി മെറ്റബോലൈറ്റ്, S3 ക്വാട്ടനറി അമോണിയം ഡെറിവേറ്റീവ്. അപ്പം എന്താ വരിക? P4 ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പം ക്വാട്ടനറി അമോണിയം ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടേം NCERT ഇല്ല. പക്ഷെ ഇൻസുലിൻ ഹെട്രോപോളിമർ ആണ്, സിൻസ് അയാൾ പ്രോട്ടീൻ ആയതുകൊണ്ട്. ഇനുലിൻ എന്ന് പറയുന്നത് ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ് ആണെന്നുള്ളത് നമുക്കറിയാം. ലെക്റ്റിൻ എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണെന്നുള്ളത് അറിയാം. പിന്നെ ലെസിത്തിൻ എന്ന് പറയുന്നത് ബാക്കി ആ ഭാഗം മാത്രമേ നമുക്ക് അവിടെ കിടക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ ലെസിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നമ്മളുടെ പെഡിഗ്രി എഗെയിൻ വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പെഡിഗ്രിയിൽ ചോദ്യം എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. ദ ഫോളോയിങ് പെഡിഗ്രി ചാർട്ട് ഷോസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ ജെനറ്റിക് ഡിസോർഡർ. ഒന്നാമത്തെ തലമുറയിലെ രണ്ടാമത്തെ ആള് ദാ ഇയാള്, ആൻഡ് മൂന്നാമത്തെ തലമുറയിലെ രണ്ടാമത്തെ ആള് ദാ ഇയാള് ആർ ദ ഓൺലി അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ ഡിസോർഡർ എന്നാണ് ചോദിച്ചത്. ആൻഡ് വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ഈ ആൾ? ഇതാണ് നമ്മളോട് ചോദിച്ച കാര്യം എന്ന് പറയും. അപ്പോ നമ്മളുടെ ഈ ഒരു പെഡിഗ്രിയുടെ ഫ്രെയിം വർക്കിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ആദ്യം നമ്മൾ ഈ പെഡിഗ്രിയെ, ഒരു പെഡിഗ്രി നമ്മൾ കിട്ടുമ്പം ഈ പെഡിഗ്രി ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ആദ്യം നമുക്ക് എന്താ അറിയേണ്ടത്? ഒന്നെങ്കിൽ ഇത് ഡോമിനന്റ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റെസസീവ് ആയിരിക്കും. അതാണ് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. സോ ഞാൻ ആദ്യം എന്താ നോക്കേണ്ടത്? എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നോക്കുക എന്നുള്ളതാണ്. ആ അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ ഞാൻ നോക്കി, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ആ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സിനെ ഞാൻ നോക്കി. അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് അഫക്റ്റഡ് ആണോ? അല്ല, നെയ്തർ പാരന്റ്സ് ആർ അഫക്റ്റഡ്. അപ്പം ഈ പറഞ്ഞ രണ്ടാളുകളെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ദിസ് അസുഖം മസ്റ്റ് ബി റെസസീവ്. ഇയാൾക്ക് ഡോമിനന്റ് അസുഖം ആവാൻ കഴിയില്ല. ഇയാൾക്ക് എന്ത് മാത്രമേ ആവാൻ പറ്റുള്ളൂ? റെസസീവ് ആണ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. ഈ അസുഖം എന്തായാലും റെസസീവ് ആണ്. ഇനി റെസസീവ് ആണ് എന്നുള്ള ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. വെദർ ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് ഓർ വെദർ ഇറ്റ് ഈസ് ഓട്ടോസോമൽ. ഓട്ടോസോമൽ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഇത് വളരെ ചെറിയൊരു പെഡിഗ്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇൻഫറൻസും ഇതിൽ നിന്ന് കിട്ടാൻ നമുക്ക് മാർഗമില്ല. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ലെറ്റസ് അസ്യൂം. ഇതിന്റെ ഒരു ലോജിക്ക് നോക്കിക്കോളിയേ. ഈ റെസസീവ് ആണെന്നുള്ളത് 100% ഉറപ്പായി. ഇനി രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നെങ്കിൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് ആവാം, അല്ലെങ്കിൽ ഓട്ടോസോമൽ റെസസീവ് ആവാം. ലെറ്റസ് അസ്യൂം എക്സ് ലിങ്ക്ഡ് ആണ് ഈ അസുഖം എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫാമിലിയിൽ, ഇത് വളരെ കുറച്ച് ചെറിയ പെഡിഗ്രി അല്ലേ, അത് എക്സ് ലിങ്ക്ഡ് ആണെന്നുള്ള അസ്യൂം ചെയ്തിട്ട് ഈ പെഡിഗ്രി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് എങ്കിൽ അയാൾ എക്സ് ലിങ്ക്ഡ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഓട്ടോസോമൽ എന്ന് എടുക്കും. ഒരു കോൺട്രഡിക്ഷനും ആ പെഡിഗ്രിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ എക്സ് ലിങ്ക്ഡ് ആയിരിക്കാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് പെഡിഗ്രി ചെറുതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഐ വിൽ അസ്യൂം ദ പെഡിഗ്രി അല്ലെങ്കിൽ ദ ജെനറ്റിക് ഡിസോർഡർ ആസ് എക്സ് ലിങ്ക്ഡ് ആണ് എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യും. ഐ ആം അസ്യൂമിങ് ഇറ്റ് ആസ് എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായാലും റെസസീവ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആള് എന്ന് പറയുന്നത് എക്സ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആയിരിക്കും. ശരിയല്ലേ? ഈ ആൾ എന്ന് പറയുന്നത് എക്സ് നോർമൽ ആയിട്ടുള്ള ഒരു ആളായിരിക്കും. ശരിയല്ലേ? ഇനി ഇയാളുടെ പാരന്റ്സിലേക്ക് നമുക്ക് പോവാം. ഈ പാരന്റ്സ്, ഈ
ഫാദർ എന്തായാലും എക്സ്, ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഫാമിലിയിലേക്കാണ്. ഞാൻ ഈ പറയുന്ന എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പം എക്സ് വൈ, നോർമൽ എക്സും വൈയും ഉള്ള ഒരു പാരന്റ് ആണ്, അയാളാണ് ഇവിടെ നോർമൽ ആയിട്ടുള്ളത്. ശരിയല്ലേ? യെസ്. ഇനി ഈ അമ്മ, ഈ അമ്മയിൽ നിന്നുമാണ് അസുഖം കിട്ടിയത്. എക്സ് ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അമ്മയായിരിക്കും കാരിയർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് എക്സ് ലിങ്ക്ഡ് അസുഖമാണെങ്കിൽ എക്സ് ഡിഫക്റ്റീവ് എക്സ്, ഒരു കാരിയർ ആയിട്ടുള്ള അമ്മയായിരിക്കും ഉണ്ടാവുക. ഞാൻ അസ്യൂം ചെയ്യാണ് ഇത് എക്സ് ലിങ്ക്ഡ് ആണെന്ന്. അപ്പം എക്സ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിഫക്റ്റീവ് ജീനുള്ള എക്സ് ക്രോമസോം, ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ് ആണ്, നോർമൽ എക്സ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ വൈ ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കടാ, ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും, അച്ഛനും അമ്മയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ ടൈപ്പ് കുട്ടികളാണ് ഉണ്ടാവുക? ഇതാണ് അമ്മ, ശരിയല്ലേ? ദിസ് ഈസ് ദ അമ്മ, ഇതാണ് അച്ഛൻ. അവർ തമ്മിൽ ക്രോസ് ചെയ്തു. അവർ ക്രോസ് ചെയ്യുമ്പം ആരാ ഉണ്ടാവുക? എക്സ് വൈ ക്രോസ് ചെയ്തു. അപ്പൊ രണ്ട് ടൈപ്പ് ഗമീറ്റ് ഉണ്ടായിരിക്കും. ഡിഫക്റ്റീവ് എക്സ് ഉള്ള ഗമീറ്റ് ഉണ്ടായിരിക്കും, നോർമൽ എക്സ് ഉള്ള ഗമീറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ എക്സ് സ്പേം ഉണ്ടായിരിക്കും ആൻഡ് വൈ സ്പേമും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവര് തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്താണ് കുട്ടി ഉണ്ടാവുന്നത് എങ്കിൽ എക്സ് ഡിഫക്റ്റീവ് നോർമൽ ആയിട്ടുള്ള, അതായത് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും ഉണ്ടാവുക. അതിനെ പെഡിഗ്രിയിൽ ഇങ്ങനെയല്ലേടാ കാണിക്കുക? യെസ്, സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലും ഉണ്ടാവുന്നത് എക്സ് ഡിഫക്റ്റീവ് വൈ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആൺകുട്ടിയായിരിക്കും, ആ ആൺകുട്ടിക്ക് അസുഖം ഉണ്ടായിരിക്കും. കാരണം എക്സ് ഡിഫക്റ്റീവിന്റെ അകത്ത് അസുഖമുള്ള എക്സ് ക്രോമസോം ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എക്സും ഇങ്ങനെയാണെങ്കിലോ കുട്ടി ഉണ്ടാവുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആയിരിക്കും. എക്സും വൈയും ആണ് എങ്കിലോ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൽ ആയിരിക്കും. ഇവിടെ ഏത് കുട്ടിയാണ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത്? ഇവിടെ നോക്ക്, നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കാരിയർ ആയിട്ടുള്ള അസുഖമില്ലാത്ത പെൺകുട്ടികളാണ് ഉണ്ടാവുന്നത്. അസുഖം ഉള്ള ആൺകുട്ടികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അസുഖം ഇല്ലാത്ത ആൺകുട്ടികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു സാധ്യതയാണ് ഇല്ലാത്തത്. അസുഖമുള്ള പെൺകുട്ടികൾ ഒരിക്കലും ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല. ആരുണ്ടാവില്ല? ഇതുപോലെ ഒരാള് ഇമ്പോസിബിൾ ആണ്. ദിസ് ഈസ് ഇമ്പോസിബിൾ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തതുപോലെ എക്സ് ലിങ്ക്ഡ് അസുഖമാണ് ഈ അസുഖം എങ്കിൽ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അസുഖമുള്ള പെൺകുട്ടി ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അസുഖമുള്ള, ആ ദമ്പതികൾക്ക് അസുഖമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്തോ ആ അസംഷൻ തെറ്റാണ് എന്നല്ലേ കുട്ടികളെ അതിന്റെ അർത്ഥം? ആ അസംഷൻ തെറ്റാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് ശരിയായിട്ട് എടുക്കേണ്ടത്? ഇറ്റ് വിൽ ബി ഓട്ടോസോമൽ ഡിസോർഡർ. മനസ്സിലായോ? സോ നമ്മുടെ പെഡിഗ്രി സോൾവ്ഡ് ഓട്ടോസോമൽ ഡിസോർഡർ ആണ്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഈ പെഡിഗ്രി സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സി ഇനിയും ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് എങ്കിൽ ഈ ആള്, സി ദിസ് പേഴ്സൺ, ഇയാളുടെ ജീനോടൈപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇയാൾക്ക് അസുഖമില്ല, പക്ഷേ ഇയാളുടെ കുട്ടികൾക്ക് ഒരാൾക്ക് അസുഖം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ആരായിരിക്കും? ഇയാള് കാരിയർ ആയിട്ടുള്ള ഒരു ആളായിരിക്കും. ശരിയല്ലേ? ഇയാള് കാരിയർ ആയിട്ടുള്ള ഒരു ആളായിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഓപ്ഷൻ വായിച്ചു നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്, അല്ല. എക്സ് ലിങ്ക്ഡ് റെസീവ് ആണ്, അല്ല. ഓട്ടോസോമൽ റെസസീവ് ആണ്. ആൻഡ് ഈ പറയുന്ന ആള് എന്ന് പറയുന്നത്, അതായത് ഇയാൾ എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണോ അതോ ഹോമോസൈഗസ് ഓഫ് ഫോർ ദ നോർമൽ അല്ലീലാണോ എന്നാണ് ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, അപ്പൊ ഇതെന്തായാലും ഓട്ടോസോമൽ ആയിട്ടുള്ള അസുഖമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് സോൾവ്ഡ് അല്ലെ? ഓട്ടോസോമൽ ആണ്. അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് എ എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ലീലാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ലീലാണ്, അല്ലെങ്കിൽ നോർമൽ
നോർമൽ ആയിട്ടുള്ള ഒരു ജീനാണ്. ഓക്കെ, സ്മോൾ എ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലീലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നോക്കടാ, ഈ ഒരു ഫാദറിന് ഇവിടെ അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ, സിൻസ് ഈ അസുഖം ഇസ് എ റെസസീവ് ഡിസീസ്, രണ്ട് അല്ലീലും മസ്റ്റ് ബി ഡിഫക്റ്റീവ് ആവണം. ശരിയല്ലേ? രണ്ട് ആളും ഡിഫക്റ്റീവ് ആവണം. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്കും അറ്റ്ലീസ്റ്റ് ഒരു അല്ലീൽ എന്ന് പറയുന്നത് സ്മോളെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശരിയല്ലേ? ഇയാൾക്ക് എന്തായാലും സ്മോളെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ആൾക്ക് സ്മോളെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് അസുഖമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കുക? ഒരു നോർമൽ അല്ലീലും ഇയാൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇയാൾക്ക് അസുഖമില്ലാത്തത്. മനസ്സിലായോ? അപ്പം ഇവിടെ അസുഖം ഇല്ലാത്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു അല്ലീൽ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ കുട്ടിക്ക് അസുഖം ഇല്ലാത്തത്. മനസ്സിലായോടാ? അപ്പൊ ഇയാളുടെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് 100% ഉറപ്പാണല്ലോ. ഓക്കെ, ഇനിയും ഇയാള് ഹെട്രോസൈഗസ് ആണ്, ഇയാൾക്ക് അസുഖം കാണിക്കുന്നുണ്ടോ? ഇയാൾ ഈ അസുഖം കാണിക്കുന്നുണ്ടോ? ഇല്ല, ഈ ആള് അസുഖം കാണിക്കുന്നില്ല. അപ്പൊ ഇയാൾക്ക് രണ്ട് സാധ്യതയാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. ഒന്നെങ്കിൽ ഇയാള് നോർമൽ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇയാള് കാരിയർ ആയിട്ടുള്ള ഒരു ആളാണ്, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്തുനിന്ന് എ മാത്രമാണ് ഉള്ളിലേക്ക്, അതായത് ഇയാളുടെ അടുത്തുനിന്ന് എ മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തില്? ക്യാപിറ്റൽ എ ഹോമോസൈഗസ് നോർമൽ അല്ലീലാണ് അയാളെങ്കിൽ ഇയാളുടെ അടുത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാപിറ്റൽ എ അല്ലീല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉണ്ടാവുന്ന കുട്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും, നോർമൽ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ സ്മോൾ എ ക്യാപിറ്റൽ എ കുട്ടിയായിരിക്കും, അതും കാരിയർ കുട്ടിയാണ്. പക്ഷെ ഇവർക്കുണ്ടായ കുട്ടി എന്ന് പറയുന്നത് ആരാണ്? ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട്, ഇയാൾ ഓൾറെഡി ഹെട്രോസൈഗസ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഇയാൾ എന്തായേ പറ്റുള്ളൂ? ഹെട്രോസൈഗസ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. ഇയാൾക്ക് ഹോമോസൈഗസ് ആവാൻ പറ്റുമോ? ഇല്ല, അയാൾക്ക് ഹെട്രോസൈഗസ് ആയാലേ പറ്റുള്ളൂ. അപ്പം 2, 3 എന്ന് പറയുന്ന ഈ ആള് മസ്റ്റ് ബി ഹെറ്ററോസൈഗസ്. നോക്കട്ടെ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ആ നോക്ക്. നിങ്ങളൊക്കെ തലച്ചോറിനെയൊക്കെ ഇങ്ങനെ തിളപ്പിക്കുന്ന ചോദ്യമല്ലേ? യെസ്, അതാണ് നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെറുതെ NCERT കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതുപോലത്തെ ഒരുപാട് പെഡിഗ്രി നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കണം. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഏകദേശം 10-12 മോക്ക് ടെസ്റ്റിലും പെഡിഗ്രി സോൾവ് ചെയ്യാനുള്ള 12 അല്ല 15ഓളം മോക്ക് ടെസ്റ്റുകളിൽ പെഡിഗ്രി സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 8th ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ terms in column 1 and their corresponding physiological roles in column 2. അല്ലേ? Sertoli cells എന്താ? Sertoli cells provides nutrition to developing spermatozoa. So P4 ആണ് വരിക. Follicle stimulating hormone ആണ്. It triggers ovulation. അല്ലേ? അപ്പൊ P എന്ന് പറയുന്നത് എന്ത് വരണം? P എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് P4 എന്ന് വരണം. P4 വരണം. ആൻഡ് Q എന്ന് പറയുന്നത് ട്രിഗേഴ്സ് ഓവുലേഷൻ, Q5 വരണം. പ്ലാസെന്റ ആണ് സെക്രീഷൻ ഓഫ് കോറിയോണിക് ഗൊണാഡോട്രോപിൻ. അപ്പം R എന്ന് പറയുന്നത് എന്ത് വരണം? R1 വരണം. സോ ഓൾറെഡി ആൻസർ ആയി അല്ലേ? R എന്ന് പറയുന്നത് 1 വരണം. P4, Q5, R1. ആൻഡ് S എന്ന് പറയുന്നത് എന്താ? യുറീത്ര എന്ന് പറഞ്ഞാൽ എന്താ? carries urine away from urinary bladder. S2 ആണ് വരേണ്ടത്. സോ എല്ലാം ആയി. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയാണ്? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയനിൽ പറഞ്ഞു പോകുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. ആൻഡ് FSHന്റെ റെലവൻസ് നമ്മൾ പറയുന്നുണ്ട്. പ്ലാസെന്റ അല്ലെ? പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ എന്ന് പറയുന്ന
ഹോർമോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യുറീത്രേന്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ തുടക്കത്തിൽ അനാട്ടമി ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് പറയുന്നതാണ്. സോ ദാറ്റ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഡസ് the causative agent require the splicing of their heterogeneous RNA HNRNA to generate mature mRNA? അപ്പം ഈ ഒരു ചോദ്യം വരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുപോലെ തന്നെ ജെനറ്റിക്സും കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പം ഈ ഒരു ഉത്തരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ട ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ യൂകാരിയോട്സിൽ മാത്രമേ നമ്മളൊരു DNA നിന്നും ഒരു ജീന്, ഇതാണ് ഒരു ജീന്, ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ഒരു ജീന്, എക്സ്പ്രസ് ചെയ്താൽ ഡയറക്ട്ലി എന്ത് കിട്ടില്ല? mRNA കിട്ടൂല. ഡയറക്ട്ലി നമുക്ക് mRNA കിട്ടൂല. അതിന് പകരം നമുക്ക് കിട്ടുന്നത് എക്സോൺസും ഇൻട്രോൺസും അടങ്ങുന്ന മെസ്സേജുകളും നോയ്സുമുള്ള മെച്വർ അല്ലാത്ത RNA ആണ്. ദാറ്റ് ഈസ് കോൾഡ് HNRNA അഥവാ ഹെട്രോജീനസ് RNA. ഇയാളെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ് ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് മെച്വർ ആയിട്ടുള്ള mRNA ആയിട്ട് മാറ്റാൻ കഴിയുള്ളൂ. ഇത് എവിടെ മാത്രം നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് ജെനറ്റിക്സ് എന്ന് അറിയാം. യൂകാരിയോട്സിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ അപ്പൊ നമ്മൾ എന്ത് മാത്രമാണ് നോക്കേണ്ടത്? യൂകാരിയോട്ട് ഇതിൽ ആരാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബാക്ടീരിയയാണ് അല്ലെ. അപ്പം ടൈഫോയിഡ് പരത്തുന്ന ആരാണ്? ബാക്ടീരിയയാണ്, സാൽമണല്ല ടൈഫി. ആൻഡ് പെർട്യൂസിസ് അത് ബാക്ടീരിയയാണ്. ട്യൂബർകുലോസിസ് ബാക്ടീരിയയാണ്. മലേറിയ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആണ് ആ അസുഖം പരത്തുന്നത്. അപ്പൊ മലേറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂകാരിയോട്ടാണ്. ശരിയല്ലേ? മലേറിയ എന്ന് പറയുന്ന ഒരു യൂകാരിയോട്ടാണ്. അപ്പം ഇതിന്റെ അകത്തുള്ള യൂകാരിയോട്ട് എന്ന് പറയുന്നത് ആര് മാത്രമാണ്? മലേറിയ പരത്തുന്ന പ്രോട്ടോസോവൻ ആയിട്ടുള്ള യൂകാരിയോട്ട്, മലേറിയ എന്ന് പറയുന്ന അസുഖം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മുടെ മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വെൻ ദ റൈബോസോം എൻകൗണ്ടേഴ്സ് എ സ്റ്റോപ്പ് കോഡോൺ, ട്രാൻസ്ലേഷന്റെ സമയത്ത് റൈബോസോം സ്റ്റോപ്പ് കോഡോൺ റീഡ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ mRNA ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബൈൻഡ്സ് ടു ദ സ്റ്റോപ്പ് കോഡോൺ? സ്റ്റോപ്പ് കോഡോണിലേക്ക് എന്താണ് ബൈൻഡ് ചെയ്യുന്നത്? നമ്മളിതൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താ ബൈൻഡ് ചെയ്യുന്നത്? റോ ഫാക്ടർ ആണോ? അല്ല. ടെർമിനേഷൻ ഫാക്ടർ ആണോ? അല്ല. സിഗ്മ ഫാക്ടർ ആണോ? അല്ല. റിലീസ് ഫാക്ടർ ആണ് അല്ലെ. റിലീസ് ഫാക്ടർ. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്ക് കിട്ടും. ഇനി അടുത്തത് എവല്യൂഷനിലെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇൻ ആൻ ഐലൻഡ് വിത്ത് 10,000 ഇൻഡിവിജ്വൽസ്, 10,000 ആളുകളുള്ള ഒരു ഐലൻഡില് 4 ആളുകൾക്ക് സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. അപ്പൊ ഇത് ജെനറ്റിക്സുമായിട്ട് കണക്ഷൻ ഉള്ള ചോദ്യമാണ്. ഒരു റെസസീവ് ഓട്ടോസോമൽ ഡിസീസ് ആണ്, റെസസീവ് ഡിസീസ് ആണ്. അസ്യൂമിങ് ദാറ്റ് ദ ലോക്കസ് is in ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, ആ പോപ്പുലേഷൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? p² + 2pq + q² = 1 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ എടുക്കാം എന്നാണ് അതിന്റെ അർത്ഥം. How many individuals in that island are expected to be heterozygous for the disease allele? അല്ലേ? അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഇത് ടിപ്പിക്കലായിട്ട് എല്ലാ ഐസറിന്റെ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നോക്ക്, 10,000 ആളുകളാണ് ആ പോപ്പുലേഷനിൽ ഉള്ളത് അല്ലെ. 10,000 ആളുകളാണ് ഉള്ളത്.
അതിൽ 4 പേർക്ക് HBS എന്നാണ് അവരുടെ ജീനോടൈപ്പ്. ഇതെനിക്ക് എവിടുന്നാ കിട്ടിയത്? ഇതെനിക്ക് ജെനറ്റിക്സ് പഠിച്ച ബുദ്ധിന്ന് കിട്ടിയതാണ്. HBA ആണെങ്കിൽ നോർമൽ ആണ്, HBS ആണെന്നുണ്ടെങ്കിൽ കാരിയർ ആണ്, HBS ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളാണ്. ഇയാള് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള അസുഖം ഉള്ള ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇങ്ങനത്തെ എത്ര പേരുണ്ട് എന്നാ പറഞ്ഞത്? 10,000 പേരില് 4 ആളാണ് ഉള്ളത്. എടാ ഈ 10,000 പേരിൽ 4 ആള് എന്ന് പറഞ്ഞ ഇയാൾ ആരാണ്? നമ്മൾ പറഞ്ഞേ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ദാ ഇവിടെ പറയുന്നുണ്ട്, ഒരു റെസസീവ് ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ഇത് റെസസീവ് ആയിട്ടുള്ള ഒരു ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമ്മളുടെ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, p² + 2pq + q² = 1 എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിലെ p² represents frequency of homozygous dominant ആയിട്ടുള്ള ആളുകൾ. And 2pq represents heterozygous individuals, frequency of heterozygous individuals. And q² represents frequency of homozygous recessive individuals. homozygous recessive. അപ്പൊ നോക്കടാ, ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളുകള് 4 out of 10,000 ആണ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽസ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതിയത് q² അല്ലേ? ഈ ആൾക്കാർ എന്ന് പറയുന്നത് q² അല്ലേ? ഈ ഫോർമുല പ്രകാരം നോക്ക്, ശരിയല്ലേ? സോ q² = 4/10,000 എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? ഹൗ മെനി ഇൻഡിവിജ്വൽസ് ഇൻ ദാറ്റ് ഐലൻഡ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഹെട്രോസൈഗസ് ഫോർ ദ ഡിസീസ് അല്ലീൽ. അപ്പൊ നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ചോദിച്ചത്. നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസിനെയാണ് ചോദിച്ചത്. അത് നമുക്ക് എവിടെ നിന്ന് എഴുതാൻ പറ്റും? നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം അല്ലേ? എന്താണ് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ആയിട്ട് അല്ലീലുള്ള ആളുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 2pq ആണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. അതെന്താണ്? നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ് ഇൻ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. അതിനെയാണല്ലോ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയാം. അപ്പം നമുക്ക് ഇനി ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളുകളാണ്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2pq കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കടാ, ഈ q, അപ്പൊ എനിക്ക് ഇനി വേണ്ടത് 2pq കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പൊ q² = 4/10,000 എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ 2pq ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ q കണ്ടുപിടിക്കാൻ പോവാണ്. സോ q will be equal to 2/100 എന്നുള്ളത് കിട്ടും അല്ലേ? റൂട്ട് ഇവിടെയും സ്ക്വയർ റൂട്ട് 2/100. 2/100 ആണ് q എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി q/100 വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെസിമൽ ആക്കി മാറ്റാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ തന്നെ ഇടുന്നതാണ്. ഇനി നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം പിയും ക്യൂവും ചേർന്നാൽ 1 കിട്ടണം. ഓക്കെ, ദെൻ p will be equal to 1 - q, then 1 - 2/100. ശരിയല്ലേ? അപ്പൊ നമുക്ക് കിട്ടും 100 - 2, 98 / 100. That is the frequency of q എന്ന് പറയുന്നത് അല്ലെ? ഫ്രീക്വൻസി ഓഫ് റെസസീവ് അല്ലീൽ എന്ന് പറയുന്നത് q ആണ്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 2pq ആണ് കണ്ടുപിടിക്കാനുള്ളത്.
സോ ഞാൻ 2pq എന്താന്നുള്ളത് എഴുതാൻ പോവാണ്. 2 into 2p അല്ലേ? p എന്ന് പറയുന്നത് 2/100 into q 98/100. ദിസ് ഈസ് 2pq. ശരിയല്ലേ? ഓക്കെ. ഇനി നോക്ക്, നമുക്ക് എന്താണ് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ഇൻഡിവിജ്വൽസ് ഇൻ ദ ഐലൻഡ് ആർ എക്സ്പെക്ടഡ് ടു ബി ഹെട്രോസൈഗസ് എന്നാണ്. അതായത് നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോ 2pq എന്ന് പറഞ്ഞാൽ എന്തിനാണ് കണ്ടുപിടിച്ചത്? ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആളുകളെയാണ് കണ്ടുപിടിച്ചത്. ഫ്രീക്വൻസിയാണ് കണ്ടുപിടിച്ചത്. ഇനി ഫ്രീക്വൻസിയെ എങ്ങനെയാണ് നമ്പർ ഓഫ് ഹെട്രോസൈഗസിനെ ഫ്രീക്വൻസി എന്ന് കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ വിൽ ബി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു 10,000. ശരിയല്ലേ? അപ്പം നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് heterozygous individuals will be equal to 2pq into 10,000. ക്ലിയർ അല്ലേ? എന്താ 2pq എന്ന് പറഞ്ഞാല്? ഈ ആളല്ലേ 2pq എന്ന് പറയുന്നത്? അതിൽ യാതൊരു തർക്കമായിരിക്കും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ 2pqക്ക് പകരം ഇത് എഴുതി, ഇൻറ്റു 10,000 എന്ന് നമ്മൾ ഇവിടെ എഴുതി. അപ്പം 10,000 നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാലോ? യെസ്, ഇങ്ങനെ നമുക്ക് 10,000 കട്ട് ചെയ്യാം. ശരിയല്ലേ? യെസ്. അങ്ങനെയാണ് എങ്കിൽ ഫൈനൽ ആൻസർ നമ്പർ ഓഫ് ഹെട്രോസൈഗസ് വിൽ ബി ഈക്വൽ ടു 4 into 98. 4 into 100 400. 4 into 2 കുറച്ചാൽ 392 will be the number of heterozygous individuals in the population. So the answer will be 392. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് എവല്യൂഷൻ പഠിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്. യെസ്. ഇനി which one of the following is an example of genetic diversity എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ജെനറ്റിക് ഡൈവേഴ്സിറ്റിക്കുള്ള എക്സാമ്പിൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. വേരിയേഷൻ ഇൻ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റെസർപൈൻ പ്രൊഡ്യൂസ്ഡ് ബൈ റോവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച എക്സാമ്പിൾ ആണ് ബയോഡൈവേഴ്സിറ്റിയിൽ. ദ ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ കമ്പയർഡ് ടു സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. ഗ്രേറ്റർ വേരിയേഷൻ ഓഫ് എക്കോസിസ്റ്റം ഫൗണ്ട് ഇൻ ഇന്ത്യ ദാൻ ഇൻ സ്കാൻഡിനേവിയ എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ആണ്. ആൻഡ് ഡി പറയുന്നത് ഹയർ ഡൈവേഴ്സിറ്റി ഓഫ് ആംഫീബിയൻസ് ഇൻ വെസ്റ്റേൺ ഗഡ്സ് ദാൻ ഇൻ ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ആണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. സോ ജെനറ്റിക് ഡൈവേഴ്സിറ്റിക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ബോട്ടണിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മൈറ്റോട്ടിക് ഡ്രഗ് inhibits microtubule formation. Which one of the following stages of karyokinesis will be the first to get affected by the drug? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഒരു മൈറ്റോട്ടിക് ഡ്രഗ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് മൈറ്റോട്ടിക് ഡ്രഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? ടു ഇൻഹിബിറ്റ് ദ മൈക്രോട്യൂബ്യൂൾ ഫോർമേഷൻ. അപ്പൊ ആ മൈക്രോട്യൂബ്യൂൾ ഫോർമേഷൻ നടക്കുന്നത് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്താൽ മൈറ്റോസിസ് അല്ലെങ്കിൽ കാരിയോകൈനസിന്റെ ഏത് സ്റ്റേജിലാണ് ആദ്യം അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം കാരിയോകൈനസിലെ നമ്മളുടെ 4 ഫേസസുകൾ അല്ലെങ്കിൽ മൈറ്റോസിസിന്റെ 4 ഫേസസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പൊ ഈ 4 ഫേസിൽ ഏത് ഫേസിനെയാണ് ആദ്യം അത് എഫക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതിനായിരിക്കും ആദ്യം എഫക്ട് ചെയ്യാം? എ എന്ന് പറയുന്നത് ടീലോഫേസ് ആണ്, ബി എന്ന് പറയുന്നത് അനാഫേസ് ആണ്, സി എന്ന് പറയുന്നത് മെറ്റാഫേസ് ആണ്, ഡി എന്ന് പറയുന്നത് പ്രോഫേസ് ആണ്. നമുക്ക് നോക്കാം. പ്രോഫേസ് എന്ന് പറയുന്നതാണല്ലോ, പ്രോഫേസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫേസ്. പ്രോഫേസ് കഴിഞ്ഞാൽ വരുന്ന മറ്റു ഫേസ് ആണ് ഇത് നമ്മുടെ മെറ്റാഫേസ്. മെറ്റാഫേസ് കഴിഞ്ഞിട്ട് വരുന്ന ഫേസ് ആണ് അനാഫേസ്. ദെൻ ലാസ്റ്റ് ഫേസ് ആണ് നമ്മുടെ ടീലോഫേസ്. ഇതാണ് നമ്മുടെ 4 സ്റ്റേജ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. അതായത് ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചു നോക്കാം. പ്രോഫേസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ തുടങ്ങി ക്രൊമാറ്റിൻ റെറ്റിക്കുലൊക്കെ ഇങ്ങനെ ഉണ്ട്. അത് കണ്ടൻസ് ചെയ്യാൻ, നന്നായിട്ട് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് പ്രോഫേസ് എന്ന് പറയുന്നത് അല്ലേ.
ഇനി മെറ്റാഫേസ് എന്ന് പറയുമ്പോഴോ, മെറ്റാഫേസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ കണ്ടൻസേഷൻ ഒക്കെ കഴിഞ്ഞു, ക്രോമസോംസ് ഒക്കെ കാണുന്ന രീതിയിലേക്കായി. എന്നിട്ട് ഈ ക്രോമസോംസ് എന്താ ചെയ്തത്, ഈ ക്രോമസോംസ് എല്ലാം കൂടെ നമ്മുടെ സെൻറ്റർ പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാൻ കറക്റ്റുള്ള നമ്പർ ഒന്നല്ല, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇതാണ് എന്താ നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് മെറ്റാഫേസ്. ഇനി അനാഫേസിലേക്ക് വരുന്ന സമയത്തോ, അനാഫേസിലേക്ക് വരുന്ന സമയത്ത് സെൻട്രലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രോമസോംസ് അതിന്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രാഗ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെയല്ലേ ജസ്റ്റ് ഒന്ന് വരച്ചിടുക, ഇങ്ങനെ ഓപ്പോസിറ്റ് ഫേസിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ടീലോഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡോട്ടർ ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവിടെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ റീഅപ്പിയർ ചെയ്തിട്ടുള്ള ഫേസ്. ഇതാണ് നമ്മുടെ 4 ഫേസ്. ഈ 4 ഫേസിലുമുള്ള ഒരു ഡയഗ്രാം അവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മൈറ്റോട്ടിക് ട്യൂബ്യൂളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏത് ഫേസിനെയാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യാന്ന് അല്ലേ. പ്രോഫേസിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതായത് മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബറിന്റെ ഫോർമേഷന് സഹായിക്കുന്നത്. നമ്മൾ ഈ മൈക്രോട്യൂബ്യൂൾ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമ്മുടെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനും അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നതിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ആക്ഷൻസ് അവിടെ നടക്കില്ല. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന സ്റ്റേജ് നമ്മുടെ മെറ്റാഫേസ് ആണ്. കാരണം ഈ മെറ്റാഫേസിലാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ആരുമായിട്ട്, നമ്മുടെ ക്രോമസോംസിന്റെ സെൻട്രോമിയറിലെ കൈനറ്റോ കോറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ആരാണ്, സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്ന സ്റ്റേജ് ഏതാ ചോദിച്ചാൽ അത് ഏത് സ്റ്റേജ് തന്നെയാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ മെറ്റാഫേസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഓപ്ഷൻ സി ആയിട്ടുള്ള മെറ്റാഫേസ് ആണ് ഇവിടെ എഫക്ട് ചെയ്യപ്പെടുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓരോ സ്റ്റേജ്, നിങ്ങളുടെ സ്റ്റേജ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയോ സ്റ്റേജിൽ നടക്കുന്ന ഇവന്റ്സിനെ കുറിച്ച് ചോദിക്കുകയോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ. അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് anatomical features of wood can be used to estimate the age of a tree growing in a temperate climate? അതായത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതിന്റെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ടെമ്പറേറ്റ് ക്ലൈമറ്റിലുള്ള പ്ലാന്റ്സിന്റെ ഏജ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ, ടെമ്പറേറ്റ് റീജിയന്റെ പ്രത്യേകത എന്താ, ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ യൂണിഫോം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല ഉണ്ടാകുന്നത്. അപ്പൊ നോട്ട് യൂണിഫോം ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗ്രോത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ നടത്തുന്നുണ്ട്. അപ്പോ ഈ സ്പ്രിംഗ് സീസണില് അവിടുത്തെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്ന അറിയോ, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്പ്രിംഗ് സീസണില് പ്ലാന്റ്സ്. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് സൈലം എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഈ ഒരു സ്പ്രിംഗ് സീസണിലുള്ള ഈ സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത് ലൈറ്റ് കളറായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, ലൈറ്റ് കളറായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളൊരു ഓട്ടം സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സമ്മർ സീസണിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ കാമ്പിയം എന്തായിരിക്കും, അത് അത്ര ആക്റ്റീവ് ആവുന്നാവില്ല. നോൺ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള
സമയമായിരിക്കും. അങ്ങനെ ലെസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള വുഡിനെ വിളിക്കുന്ന പേരാണ് ലേറ്റ് വുഡ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രിംഗ് സീസണിൽ ഉണ്ടാകുന്ന വുഡിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് എന്താ? സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രിംഗ് വുഡ് കാണാൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കാണാൻ ലൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. ഒരുപാട് സൈലം എലമെന്റ്സ് അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ സമ്മർ സീസണിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സമ്മർ സീസണിൽ എത്തുമ്പോൾ അവിടെ ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പിയോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ ലേറ്റ് വുഡിൽ സമ്മർ സീസണിൽ ഉണ്ടാകുന്ന വുഡാണ് ലെയ്റ്റ് വുഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടം വുഡ് എന്ന് നമുക്ക് പറയാം. ഈ ലേറ്റ് വുഡിന്റെ പ്രത്യേകത അത് ഡാർക്ക് കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ലെസ് ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഡാർക്ക് കളേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഒരു ട്രീ നമ്മൾ അതിന് സ്റ്റെം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇത്തരത്തിലുള്ള റിങ്സുകളായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിൽ ഫസ്റ്റത്തെ നമുക്ക് ഡാർക്ക് കളർ ആകുന്നത് നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ലേറ്റ് വുഡ് ആവാം. അപ്പൊ അതിന്റെ ലൈറ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? സ്പ്രിംഗ് വുഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു റിങ്സ്, അതായത് സ്പ്രിംഗ് വുഡും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റ് വുഡും ഉണ്ടാക്കുന്ന ഈ റിങ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏജ് കണക്കാക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്നവയിൽ എന്തിന്റെ പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏജ് മനസ്സിലാക്കുക എന്നുള്ളത് ഓപ്ഷൻസ് നോക്കാലോ. ഫസ്റ്റ് വൺ ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ് അല്ല. സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സൈലത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സാപ്പ് വുഡ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സൈലം ആണ്. ദെൻ ഓട്ടം വുഡ് ആൻഡ് സാപ്പ് വുഡ്. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു സാപ്പ് വുഡ് എന്ന് പറയുന്നത് സെക്കൻഡറി സൈലത്തിന്റെ ഒക്കെ കേസിലേക്ക് വരുന്നതാണ്. ദെൻ സ്പ്രിംഗ് വുഡ് ആൻഡ് ലേറ്റ് വുഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്കറിയാം സ്പ്രിംഗ് വുഡ് എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് സീസണിൽ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ലൈറ്റ് കളേർഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊരു റിങ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആ ഒരു സ്റ്റെമ്മിൽ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അടുത്ത സമ്മർ സീസൺ വരുന്ന സമയത്ത് ലേറ്റ് വുഡ് എന്ത് ചെയ്യും? ഡാർക്ക് കളർ ആയിട്ടുള്ള റിങ്സ് അവിടെ ഫോം ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ബാൻഡും കൂടെ അല്ലെങ്കിൽ ഈ രണ്ട് റിങ്ങും കൂടെ നമ്മൾ കറക്റ്റ് എണ്ണുമ്പോഴാണ് ഒരു ട്രീയുടെ ഏജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സ്പ്രിംഗ് വുഡ് ആൻഡ് ഹാർഡ് വുഡ് വരുന്നില്ല. സ്പ്രിംഗ് വുഡ് ആൻഡ് ലേറ്റ് വുഡ് ആണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ അത് വരുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാന്റ് അനാട്ടമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കുക, കുറച്ച് ടേംസ് അതിൽ വരുന്നുണ്ട്. അതായത് ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, സ്പ്രിംഗ് വുഡ്, അതുപോലെ തന്നെ ലേറ്റ് വുഡ്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. ഓരോ കാര്യങ്ങളും അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ക്ലിയർ? അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സീഡ് സ്ട്രക്ചർ ഇസ് ഇൻകറക്റ്റ്? അതായത് നമുക്കൊരു സീഡിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരുന്നതെന്നാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് നോക്കാനുള്ളത്. അപ്പം സീഡിന്റെ സ്ട്രക്ചർ ഒക്കെ എന്ന് പറയുമ്പോൾ അത് ഏതാണ് വരുന്നത്? മോർഫോളജിക്കൽ റീജിയൻസ് എന്നായിരിക്കും കുറച്ചുകൂടെ വരിക. നമുക്ക് നോക്കാം. മോർഫോളജി അനാറ്റമിക്കുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ മോണോകോട്ട് സീഡ്സ് ദ മെംബ്രേനസ് സീഡ് കോട്ട് ദാറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ ഈസ് കോൾഡ് അലിറോൺ ലെയർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പോവാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. ദെൻ ബി എന്ന് പറയുന്നത് ഇൻ ഡൈക്കോട്സ് ദ ഔട്ടർ ലെയർ ഓഫ് ദ സീഡ് കോട്ട് ഈസ് കോൾഡ് ടെസ്റ്റ. ദെൻ സി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ദ കൊളിയോപ്റ്റൈൽ ആൻഡ് കൊളിയോറൈസ ആർ ഫൗണ്ട് ഇൻ മോണോകോട്ടിലിഡനസ് സീഡ്. ദെൻ ഡി എന്ന് പറയുന്നത് ദ എൻഡോസ്പേം ഈസ് നോട്ട് പ്രസന്റ് ഇൻ സം ഓഫ് ദ മെച്യൂർ ഡൈക്കോട്ട് സീഡ്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മോണോകോട്ട് സീഡില് ഒരു സീഡ് കോട്ടിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ലെയർ ഉണ്ട് ദാറ്റ് ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ എന്നാണ് പറയുന്നത്. അതാണ് എന്ത്? അലിറോൺ ലെയർ എന്നാണ് പറയുന്നത്. ശരിക്കും അതാണോ അലിറോൺ ലെയർ എന്ന് പറയുന്നത്? നമ്മൾ അലിറോൺ ലെയർ പഠിച്ചിട്ടുണ്ട്, മോണോകോട്ടിന്റെ എംബ്രിയോയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അലിറോൺ ലെയർ എന്ന് പറയുന്നത് പ്രോട്ടീനേഷ്യസ് ലെയർ ആണ് അല്ലെ? അതായത് എൻഡോസ്പേമിനെ ഔട്ടർ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അലിറോൺ ലെയർ എന്ന് പറയുന്നത്. അതിന് ഫ്രൂട്ടിന്റെ വാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് പറയാം? നമുക്ക് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഡൈക്കോട്സ് ദ ഔട്ടർ ലെയർ ഓഫ് ദ സീഡ് കോട്ട് ഈസ് കോൾഡ് ടെസ്റ്റ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് വരാം. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും തെറ്റുണ്ടോ നമുക്ക് അറിയണമല്ലോ. ആദ്യത്തെ വായിച്ചിട്ട് അത് കറക്റ്റ് തെറ്റാണെന്ന് മനസ്സിട്ട് മാർക്ക് ചെയ്ത് പോലല്ല, കുറച്ചുകൂടെ വായിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും
മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ. നമുക്കറിയാം സീഡ്, ആ സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, സീഡ് കോട്ട് എന്ന് പറയുന്നത്. ഈ സീഡ് കോട്ടിന് 2 ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് ഔട്ടർ ലെയറും രണ്ടാമത്തത് ഇന്നർ ലെയറുമാണ്. അപ്പം സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? യെസ്, അതെന്താണ്, ടെസ്റ്റ് തന്നെയാണ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. അപ്പം ഇന്നർ ലെയർ ഏതാണ്? ടെസ്റ്റിയും ടെഗ്മനും അല്ലെ? ടെസ്റ്റ ആൻഡ് ടെഗ്മൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സീഡ് കോട്ടിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ കവറിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. The coleoptile and coleorhiza are found in monocotyledonous seed. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ആണല്ലേ. അതായത് നമ്മൾ എപ്പോഴും കൊളിയോറൈസ അല്ലെങ്കിൽ കൊളിയോപ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് +2 എപ്പോഴും നമുക്ക് പബ്ലിക് എക്സാമിനോ അല്ലെങ്കിൽ മറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൊളിയോപ്റ്റൈൽ ആൻഡ് കൊളിയോറൈസ എന്നുള്ളത്. അപ്പം കൊളിയോറൈസ എന്ന് പറയുന്നത് ദാറ്റ് പ്രൊട്ടക്ട് അവർ റാഡിക്കൽ ആൻഡ് കൊളിയോപ്റ്റൈൽ എന്ന് പറയുന്നതോ വിച്ച് പ്രൊട്ടക്ട് അവർ പ്ലിമ്യൂള. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൊളിയോപ്റ്റൈൽ ആൻഡ് കൊളിയോറൈസ ആർ ഫൗണ്ട് ഇൻ ദ മോണോകോട്ടിലിഡനസ് സീഡ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാലോ. അപ്പൊ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആണ്. സി എന്ന് പറയുന്ന ഓപ്ഷനും എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത് ദ എൻഡോസ്പേം ഈസ് നോട്ട് പ്രസന്റ് ഇൻ സം ഓഫ് ദ മെച്യൂർ ഡൈക്കോട്ട് സീഡ്സ്. കറക്റ്റ് അല്ലേ മക്കളെ? അതായത് ഡൈക്കോട്സ് സീഡ്സിൽ എൻഡോസ്പേം കാണില്ല, കാരണം ആ എൻഡോസ്പേം മൊത്തം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻഡോസ്പേം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതും ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ തന്നിരിക്കുന്നവരിൽ ആകെ ഒരൊറ്റ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അത് ഏത് തന്നെയാണ്? ഫസ്റ്റ് വൺ ആണ്. അലിറോൺ ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ്. നമുക്ക് അത് എവിടെയാണ് കാണുന്നത്? ഫ്രൂട്ടിന്റെ വാളിലല്ല. അപ്പം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് വൺ. ക്ലിയർ ആയല്ലോ? മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിക്ചറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രത്തിൽ നിന്നൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബയോളജി പഠിക്കുന്ന സമയത്ത് ഓരോ ഡയഗ്രവും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഒരു ഡയഗ്രം എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, which one of the following statement is correct about biological nitrogen fixation in plants? പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. നൈട്രജൻ ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പൊ ആദ്യം 4 ഓപ്ഷൻസ് നമുക്ക് വായിക്കാം, എന്നിട്ട് കറക്റ്റ് ഏതാണ് അതിലേക്ക് എത്താം. ഓക്കെ, സോ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ദ കാറ്റലിറ്റിക് റിഡോക്സ് സെന്റർ ഓഫ് നൈട്രോജിനസ് contains molybdenum and iron as cofactor. Then B എന്ന് പറയുന്നത് atmospheric nitrogen is fixed by nitrogenous by converting nitrogen to nitrate. And C എന്ന് പറയുന്നത് nitrogenase can function optimally only in the presence of molecular oxygen. And D എന്ന് പറയുന്നത് transport of important amides like asparagine and glutamine produced by transamination to different part of the plant body is mediated by phloem. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള നൈട്രജൻ ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പം നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? നമ്മുടെ പ്ലാന്റ്സിന് പറ്റില്ല. പക്ഷെ പ്ലാന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് കൂടിയാണ് നൈട്രജൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നൈട്രജനെ ഫിക്സ് ചെയ്യണം. അപ്പൊ ആ നൈട്രജൻ ഫിക്സേഷനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നൈട്രജൻ ഫിക്സേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ് ഏതെന്ന് പറയുന്നത്? നൈട്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ഈ നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന് 2 കോഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ കോഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ മൊളിബ്ഡനം എന്ന് പറയുന്നതും അതുപോലെ തന്നെ Fe എന്ന് പറയുന്ന കോഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഈ മിനറൽ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഓരോ എലമെന്റ്സും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക്
പഠിക്കാനുണ്ടായിരുന്നു. അതായത് നൈട്രജന്റെ ഇമ്പോർട്ടന്റ് എന്താണ്, ഫോസ്ഫറസിന്റെ ഇമ്പോർട്ടന്റ് എന്താന്നൊക്കെ പഠിക്കുന്ന സമയത്ത് മൊളിബ്ഡിനം എന്ന് പറയുന്ന ന്യൂട്രിയൻസിന്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾ പറയും നൈട്രോജിനേഴ്സ് എന്ന് പറയുന്ന എൻസൈംസിൽ കാണപ്പെടുന്നതാണ് ആര്, മൊളിബ്ഡിനം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ദ കാറ്റലറ്റിക് റിഡോക്സ് സെന്റർ ഓഫ് നൈട്രോജിനേഴ്സ് എൻസൈം എന്ന് പറയുന്നത് അവിടെ എന്ത് വരുന്നുണ്ട്, മൊളിബ്ഡിനവും അതുപോലെ തന്നെ അയേൺ എന്ന് പറയുന്ന കോഫാക്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, atmospheric nitrogen is fixed by nitrogenous by converting nitrogen to nitrate. ഈ തന്നിരിക്കുന്നതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഈ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ NO3 ആക്കി മാറ്റും എന്നാണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അങ്ങനെയാണോ നൈട്രജൻ ഫിക്സേഷനിൽ ചെയ്യാറുള്ളത്? നൈട്രജനെ ഡയറക്റ്റ് ആയിട്ട് NO3 ആക്കി മാറ്റുകയാണോ ചെയ്യാറ്? അല്ല, നമ്മൾ നൈട്രജനെ നമ്മൾ എന്താക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അമോണിയ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്നതിൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായി, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നമ്മൾ നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം കൊണ്ട് തന്നെയാണ് എന്തായിരിക്കുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നൈട്രജനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, NO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. പകരം എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, നൈട്രജനെ നമ്മൾ അമോണിയ ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പം ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, നൈട്രോജനേസ് ക്യാൻ ഫങ്ഷൻ ഒപ്റ്റിമലി ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് മോളിക്യുലാർ ഓക്സിജൻ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആരുടെ പ്രസൻസ് വേണമെന്നാണ് പറയുന്നത്, മോളിക്യുലാർ ഓക്സിജന്റെ പ്രസൻസ് വേണമെന്നാണ് പറയുന്നത്. അതില് തെറ്റില്ല, ഒരു പ്രസ്താവന ഉണ്ട്. കാരണം നൈട്രോജനേസ് എന്ന് പറയുന്ന നമ്മുടെ എൻസൈമിന് എന്താണ്, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഓക്സിജൻ. അതായത് ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ് ഇത് നമ്മുടെ നൈട്രോജനേസ് എന്ന് പറയുന്നത്. അതായത് ഓക്സിജന്റെ പ്രസൻസിൽ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, നൈട്രോജനേസ് എൻസൈമിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ടേം ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? ലെഗ് ഹീമോഗ്ലോബിൻ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. എന്താണ് ഈ ലെഗ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? യെസ്, അത് ഓക്സിജനെ അവിടുന്ന് റിമൂവ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് ഓക്സിജൻ വരുന്ന സമയത്ത് ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ലെഗ് ഹീമോഗ്ലോബിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ്. അതായത് ഓക്സിജന്റെ പ്രസൻസിലല്ല, ഓക്സിജന്റെ ആബ്സെൻസിലാണ് ആര് വർക്ക് ചെയ്യത്തുള്ളൂ, നൈട്രോജനസ് എൻസൈം വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കാം. The transport of important amides like asparagine and glutamine produced by transamination to different part of the plant body is mediated by phloem. അതൊക്കെ കറക്റ്റ് ആണ്. അതായത് ട്രാൻസാമിനേഷൻ നടക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമൈഡ് ആയിട്ടുള്ള ഗ്ലൂട്ടാമൈനും അതുപോലെ തന്നെ ആസ്പരാജിനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ആരല്ല, ഫ്ലോയം അല്ല അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആള്. ഫ്ലോയം അല്ല അവിടെ എന്ത് നടക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. ഫ്ലോയത്തിന് പകരം ആരാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത്, സൈലമാണ്. അതായത് ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമൈഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഫ്ലോയം ഇതിലൂടെയല്ല, പകരം എന്താണ്, സൈലത്തിലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്തായിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളൂ. ബാക്കി തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫിസിയോളജി ഇമ്പോർട്ടന്റ് ആണ്, വീണ്ടും വീണ്ടും പറയുന്നു. കാരണം നമ്മൾ ഓരോ ഇയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏത് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ടുള്ളതാണ് എന്താ, നൈട്രജൻ ഫിക്സേഷൻ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? സോ യെസ്, നമ്മള് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം
2023 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിന്ന് ശ്രദ്ധിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഒരു മെയിൻ ഫോക്കസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ആൻഡ് പ്ലാന്റ് ഫിസിയോളജി നല്ല വെയിറ്റേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സ് മോളിക്കുലർ ബേസിസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മെന്റീലിയൻ ജെനറ്റിക്സ് എന്നാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ബയോടെക് ആസ് ഓൾവേസ് എപ്പോഴും ചോദ്യം ഉണ്ടാവും ബയോടെക് 1ൽ നിന്ന്. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പ്യുവർലി മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ് അല്ലെ. 2-3 ക്വസ്റ്റ്യൻസേ മെമ്മറൈസ് ചെയ്യേണ്ട ചോദ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ആൻഡ് ഇൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പാർട്ട്, എവല്യൂഷനിലെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പാർട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ സാധനമാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വീണ്ടും ഞാൻ പറയാണ്, ഡയഗ്രാംസ് എന്ന് പറയുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് 2023 പരീക്ഷ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഹിബിറ്റേഴ്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ, ബയോമോളിക്യൂൾസ് പെഡിഗ്രി അനലൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്, പ്ലാസ്മിഡ് വെക്ടറിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഹാർഡി വെയിൻബർഗിന്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ മോക്ക് ടെസ്റ്റിലുണ്ട്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. പല മോക്ക് ടെസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഫ്രീ ആണ്. അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ച് ഈ വർഷം നിങ്ങൾ ഐസർ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഉറപ്പിക്കുക. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പൊ ഈ വീഡിയോ നമ്മൾ വാല്യൂബിൾ ആയിട്ട് അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിലും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ഈ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഐസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഐസർ സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നും കേരളത്തിൽ നിന്നും കൂടുതൽ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മിഷനുമായിട്ട് ഇവിടെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.